ഹലോ. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ഞാൻ എങ്ങനെയാണ് യൂറോപ്പിലെത്തിയത്, എത്ര രൂപയാണ് എനിക്ക് ചിലവായത്, ഏത് ഏജൻസി വഴിയാണ് വന്നത്, അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യുമെന്നുള്ളത്. ആ ഒരു വീഡിയോയിലേക്കാണ് നമ്മളിന്ന് കിടക്കുന്നത്. ഞാൻ ബാംഗ്ലൂരുള്ള വേഗ കൺസൾട്ടൻസി എന്ന ഒരു ഏജൻസി വഴിയാണ് ഞാൻ യൂറോപ്പിലെത്തുന്നത്. അവിടെയാണ് പൈസ കൊടുക്കുന്നത് നമ്മൾ. 5,25,000 രൂപയാണ് എനിക്ക് ഏജൻസിയിൽ അടയ്ക്കേണ്ടി വന്ന പൈസ. അത് കഴിഞ്ഞിട്ട് VFS പോയപ്പോൾ 18,575 രൂപ VFS അടയ്ക്കേണ്ടി വന്നിട്ടുണ്ട്. പിന്നെ കർണാടക ലൈസൻസിലേക്ക് നമ്മുടെ കേരള ലൈസൻസ് ട്രാൻസ്ലേറ്റ് ചെയ്ത് അവിടെ നിന്ന് IDP എടുക്കണമെന്ന് ഏജൻസി പറഞ്ഞിരുന്നു. കാര്യം കേരള ലൈസൻസ് ഹംഗറിയിൽ വാലിഡ് അല്ല. കർണാടക ലൈസൻസ് അല്ലെങ്കിൽ ഡൽഹി ലൈസൻസ്, ഈ 2 ലൈസൻസാണ് ഇന്ത്യയിൽ നിന്ന് അവർ പ്രിഫർ ചെയ്യുന്നത്. അതുകൊണ്ട് ആ ലൈസൻസ് എടുക്കണമെന്ന് പറഞ്ഞിരുന്നു. ആ ലൈസൻസ് എടുക്കാനായിട്ട് ചിലവായത് 20,000 രൂപയാണ് ലൈസൻസ് എടുത്ത് IDP എടുക്കുന്നതിലേക്ക്. പിന്നെ 3 മാസത്തെ ചിലവിനുള്ള ക്യാഷ് കൊണ്ടുവരാനായിട്ട് യൂറോ ആക്കി കൊണ്ടുവരാനായിട്ട് ഏജൻസി പറഞ്ഞിരുന്നു. അപ്പോൾ ഒരു മാസത്തേക്ക് 200 യൂറോ വെച്ച് 3 മാസത്തേക്ക് 600 രൂപ ക്യാഷായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ സാധനങ്ങൾ വാങ്ങിച്ചതും പർച്ചേസും, ജാക്കറ്റ്, പാത്രങ്ങൾ, മുളക് പൊടി, മല്ലിപ്പൊടി, അങ്ങനെയുള്ള നമുക്കുള്ള സ്റ്റേഷനറി ഐറ്റംസ് എല്ലാം കൂടി വാങ്ങിച്ച് യൂറോപ്പിൽ എത്തിയപ്പോൾ എനിക്ക് ഏകദേശമായത് 8 ലക്ഷം രൂപയാണ്. ഇത്രയുമാണ് ഞാൻ എങ്ങനെയാണ് യൂറോപ്പിൽ എത്തിയതെന്നും എനിക്ക് എത്ര രൂപ ചിലവായതും അതിനെപ്പറ്റിയുള്ള ഒരു ചെറിയ വീഡിയോ. താങ്ക് യു. ഇത് നമ്മുടെ കമ്പനി അക്കോമഡേഷൻ അല്ല, ഇത് ഡ്രൈവിംഗ് സ്കൂളിൻ്റെ അക്കോമഡേഷനാണ്. 2 നില ബിൽഡിങ്ങാണ്. ഇവിടെയാണ് നമ്മളിപ്പോൾ താമസിക്കുന്നത്. താങ്ക് യു.